അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് ജോ മസ്ത് ഹോ ഉദർ കെ കർ ഷോർ നാച്ചത്തെ ഹൈ എന്ന് തുടങ്ങുന്ന വരികളാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പാടുമ്പോൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ പാടാൻ ശ്രമിക്കുക. जो मस्त हो उधर के कर शोर नाचते हैं, प्यारे का नाम लेकर क्या जोर नाचते हैं, बादल हवा से कर कर कंगोर नाचते हैं, मेंढक उछल रहे हैं और मेंढक उछल रहे हैं और मोर नाचते हैं, क्या क्या मचे है यारो बरसात की बहारें, क्या क्या मची है यारो बरसात की बहारें, बोले बाए बटेरे कमरी पुकार कुकू, पी पी करे पपेहा बगले पुकार तो क्या हुद हुदों के हक हक, क्या फाख्तों के हो, सब रट रहे हैं तुझको, क्या पंग क्या पखेरो, क्या क्या मचे है यारो ബർസാത്ത് കി ബഹാറേ. എന്താ പറഞ്ഞത്? ജോ മസ്തു ഹോ ഉദർ കെ കർ ഷോർ നാച്ചത്തെ ഹൈ. ജോ മസ്തു ഹോ, മത്തുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ, ഉദർക്കെ അവിടെയുള്ള മത്തുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ. മസ്ത് എന്ന് പറഞ്ഞാൽ ലഹരി എന്നതിലുപരി സന്തോഷം എന്നുള്ളതിനും എന്ത് പറയും? മസ്ത് എന്ന് പറയും. മനസ്സിലായോ? സന്തോഷം എന്നുള്ളതിനും എന്ത് പറയും? മസ്ത് എന്ന് പറയും. ഖുഷ് എന്നുള്ള അർത്ഥത്തിൽ മസ്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജോ മസ്ത് ഹോ ഉദർക്കെ അവിടെ സന്തോഷമുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ, മത്ത് പിടിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ കർഷോർ നാച്ചത്തെ ഹൈ. അപ്പോൾ അങ്ങനെ അവിടെ കർഷോർ എന്ന ശബ്ദമുണ്ടാക്കുന്നവർക്കാണെന്ത് കർഷോർ എന്ന് പറയും. അപ്പോൾ ലഹരി പിടിച്ച് അവിടെ ശബ്ദമുണ്ടാക്കുന്ന ആളുകളൊക്കെ നാച്ചത്തെ ഹൈ, അവരൊക്കെ എന്ത് ചെയ്യുന്നു? നാച്ചത്തെ ഹൈ, അവര് നൃത്തമാടുന്നു. നാച്ചത്തെ ഹൈ, നൃത്തമാടുന്നു. പ്യാര കാ നാം ലേക്കർ ക്യാ സോർ നാച്ചത്തെ ഹൈ, പ്യാരെ കാ നാം ലേക്കർ പ്രിയപ്പെട്ട ആളുകളുടെ പേര് കൊണ്ട്, പേര് പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാ സോർ നാച്ചത്തെ ഹൈ, എത്രമാത്രം നല്ല രീതിയിലാണ്, എത്രമാത്രം ശക്തമായിട്ടാണ് അവരൊക്കെ നൃത്തമാടുന്നത്. പ്രിയപ്പെട്ട ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവരെത്രമാത്രം നല്ല ശക്തമായിട്ടാണ് നൃത്തമാടുന്നത്. മനസ്സിലായോ? ബാദിൽ ഹവാ സെ കർ കർ कंगार नाचते हैं, मेंढक उछल रहे हैं और मोर नाचते हैं. അപ്പൊ ബാദല് പറഞ്ഞാൽ എന്താ? കാർമേഘം. എന്ത്? കാർമേഘം. ഹവാസെ കാറ്റുമായി, ഹവാസെ കാറ്റുമായി. അപ്പൊ കാറ്റുമായിട്ട് ഈ കാർമേഘം കർക്കർ, കർക്കർ എന്നാല് ശബ്ദം ഉണ്ടാക്കിയിട്ട്, കർക്കർ ശബ്ദമുണ്ടാക്കി. അപ്പൊ എന്താ പറഞ്ഞേ? ബാദൽ ഹവാസെ കർക്കർ, കാർമേഘം കാറ്റുമായി ഇങ്ങനെ ശബ്ദമുണ്ടാക്കി. കങ്കോർ നാച്ചത്തെ ഹൈ, നന്നായി വർഷിച്ച് അങ്ങനെ തുള്ളിച്ചാടാണ്. നന്നായി മഴ പെയ്യണതിന് എന്താ പറയാ? കങ്കോർ എന്ന് പറയാം. നന്നായി പെയ്യുന്ന കാർമേഘങ്ങൾ ഉണ്ടാവില്ല, എല്ലാ കാർമേഘം ഒരേപോലെ ആവില്ലല്ലോ. അപ്പൊ നന്നായി പെയ്യുന്ന കാർമേഘങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടാണ്. ഇപ്പൊ മനസ്സിലായോ? അവര് തുള്ളിച്ചാടുകയാണ്. മേണ്ടക്ക് തവള, തവള കണ്ടിട്ടില്ല ഞങ്ങള്? തവള പല സ്ഥലത്തുണ്ടാവില്ലേ? തവളകള് കുളത്തിലൊക്കെ ഉണ്ടാവും, വേറെയും കുറെ സ്ഥലത്തൊക്കെ തവള ഉണ്ടാവില്ലേ? ആ തവള ഉണ്ടല്ലോ, അതിങ്ങനെ ഉച്ചൽ രഹേ ഹൈ, എന്താ കാട്ടണേ? അതിങ്ങനെ ഉയർന്ന് ചാടാണ്. മിന്നൊക്കെ ചാടൂല, അതേപോലെ ഇങ്ങനെ ഉറക്കനങ്ങനെ ചാടുക. ആര്? തവള.
ആരാ ചാടണ? തവള. അപ്പൊ തവള ഉയർന്നിങ്ങനെ ചാടാണ്. ഓർ മോറ് നാച്ചത്തെ മയിലുണ്ടല്ലോ, മയില്. ആ മയില് ഇങ്ങനെ എന്ത് ചെയ്യാണ്? നൃത്തമാടാണ് മയില്. മയിലേറെ സാധനം കണ്ടക്കണോ? അപ്പൊ മയിലേറെ സാധനം ഇട്ട് അപ്പൊ അതെന്താ ഇങ്ങനെ നൃത്തമാടാണ്. അപ്പൊ ക്യാ ക്യാ മച്ചി ഹൈ യാരോ ബർസാത്ത് കി ബഹാറേ. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞേക്കണു ക്യാ ക്യാ മച്ചി ഹൈ യാരോ ബർസാത്ത് കി ബഹാറാന്ന്. എല്ലാത്തിനും തുടക്കത്തിൽ ഉണ്ടാവലില്ല അത്, ആഘോഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എത്രമാത്രം നമ്മൾ ആഘോഷിക്കണം പ്രിയപ്പെട്ടവരെ ബർസാത്തിൻ്റെ ഈ ഒരു കാലയളവിൽ, വസന്തത്തിൻ്റെ സമയത്ത്. ഇനി നെക്സ്റ്റ് നോക്കട്ടോ. ബോലെ ബയെ ബട്ടേറെ കുംബ്രി പുക്കാറെ കോക്കോ പി പി കറെ പപേഹ ബഗലെ പുക്കാറെ തോത്തോ. ബോലെ ബയെ ബട്ടേറെ. ബട്ടേറെ എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷികൾ. കാടപ്പക്ഷികൾ എന്താ പറയണതെന്ന് അറിയാമോ? ബേ ബേ ബേ. കാടപ്പക്ഷികൾ എങ്ങനെയാ പറയാ? ബേ ബേ ബേ. എങ്ങനെയാ പറയാ കാടപ്പക്ഷികള്? ഇനി കൊമ്മരി പ്രാവുകള് പുക്കാറെ. പ്രാവുകൾ ഇങ്ങനെ പുക്കാറെ പറഞ്ഞാല് ഉയരത്തില് ഉച്ചത്തില് പാടുന്നുണ്ട്. എന്താ പറയണേ? കോ 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 കോ. എങ്ങനെയാ പറയാ? അങ്ങനെ പ്രാവുകൾ ഇങ്ങനെ ഈ വസന്തകാലം ആവുമ്പോഴേ ഒച്ചപ്പാടുണ്ടാക്കാണ് മിന്നോ കേട്ടോ. പിന്നെ പീ പീ കറേ പപ്പേഹ. കുയിലുകളൊക്കെ എന്താ പറയണേ? പീ പീ പീ. എങ്ങനെ പറയാ? പീ 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 എന്ന് പറയാണ് കുയിലുകള്. മനസ്സിലായോ? പിന്നെ ബഗലെ പുക്കാരെ തോത്തോ. നമ്മളെ കൊറ്റികൾ ഉണ്ടല്ലോ, അവര് ഉച്ചത്തിൽ പറയണത് നിലവിളിക്കണം എന്താ അറിയോ? തോ 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 തോ. എങ്ങനെ? തോ തോ എന്നൊക്കെ പറയാണ്ട് ഒച്ചപ്പാടുണ്ടാക്കാണ്. ഇനി ക്യാ ഹുദ് ഹുദോങ്കി ഹക്ക് ഹക്ക് ക്യാ ഫാഖിതോങ്കി ഹോ ഹോ. ഹുദ് ഹുദു എന്നുള്ള പക്ഷികളുണ്ട്, അവരെന്താ പറയണേ? ഹക് 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 ഹക്. എങ്ങനെ പറയാ? ക്യാ ഫാഖിതോങ്കി ഹോ. പ്രാവുകളുടെ ഹോ 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 ഹോ. പ്രാവുകൾ അങ്ങനെയല്ല പറയാ? ഹോ ഹോ. എങ്ങനെ പറയാ? ഹോ 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 പറയ്. ഹോ ഹോ. അങ്ങനെ പറയാം. അപ്പൊ കുറേ പക്ഷികൾ വസന്തകാലം ആകുമ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും, കിളികളെ. സബ് രട്ട് രഹേ. എല്ലാ ആളുകളും ഉരുവിടുന്നു. റട്ട് രഹേ പറഞ്ഞ ഉരുവിടുന്നു, പറയുന്നു. തുജുക്കോ നിന്നെ. കിളി വരുന്ന ഒച്ചൊക്കെ കേൾക്കൂട്ടോ. അപ്പൊ എല്ലാവരും സബ് റട്ട് രഹേ. എല്ലാ ആളുകളും ഉരുവിടുന്നുണ്ട്, ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. തുജുക്കോ നിന്നെ. വസന്തമേ വസന്തകാലത്ത്, നിന്റെ കാലത്ത് എല്ലാവരും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാണ്. അതുകൊണ്ട് ക്യാ പങ്ക് ക്യാ പക്കേറോ. പക്ഷികളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പങ്ക് പക്കേറോ എന്ന് പറയാ എന്താ? പക്ഷികൾ. എന്ത്? പക്ഷികൾ. അപ്പൊ അവരൊക്കെ എന്താണ്? ഒച്ചപ്പാടുണ്ടാക്കാണ്. ക്യാ കേ മച്ചേ ഹയാറോ ബർസാത്ത് കി ബഹാർ. അപ്പൊ ഇത്ര മതി നമ്മളെ ക്ലാസ് കേട്ടോ. മിഞ്ഞൂനൊരു പാട്ട് പാടണമെങ്കിൽ പാടിക്കോ, കുട്ടിയാക്കും വേണ്ടി എന്തെങ്കിലും ഒരു പാട്ട് 2 വരി പാടിക്കോ. മനസ്സിൽ കൊതി. മതിയോ? അസ്സലാമു അലൈക്കും പറയില്ല കുട്ടികളോട്.